പപ്പ ഉത്തരേഷ്യത്തിനൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കണ്ടല്ലോ. എനിക്കൊരു കാസർഗോഡുകാർക്ക് അഭിമാനം പെടുന്ന ഒരു ന്യൂസ്. മുന്ന ഷംസുദ്ദീൻ താരമാണ് ഇപ്പം കാസർഗോട്ടെ. ഡോക്ടർ ഷംസുദ്ദീന്റെ മകൾ. യെസ്, മുന്ന ഷംസുദ്ദീൻ കാസർഗോഡ് തളങ്കരയിൽ ജനിച്ച ഒരാളുടെ മകളാണ്. ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് രാജാവിന്റെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മുന ഷംസുദ്ദീന്. കാസർഗോഡുകാരെ കുറിച്ച് ഇപ്പോഴും പലർക്കും പുച്ഛാണ്. കാസർഗോഡ് ഒന്നിനും കൊള്ളില്ല, കാസർഗോട്ടുകാർക്കൊന്നും കഴിയില്ല എന്നൊക്കെ. പക്ഷെ കാസർഗോഡ് നിരന്തരമായിട്ട് കാസർഗോഡിന്റെ പ്രഭ, കാസർഗോഡിന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഉന്നത ശ്രേണികളിൽ കാസർഗോട്ടുകാരായിട്ടുള്ള ഒരുപാട് പേര് ഉന്നത പദവികൾ വഹിക്കുന്നുണ്ട്. അല്പം വർഷങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള അല്ലെങ്കിൽ കാസർഗോട്ടുകാരന്റെ മകളായിട്ടുള്ള നഗ്മ ഫരീദ് പോളണ്ടിന്റെ ഇന്ത്യൻ അംബാസിഡർ ആയത്. നഗ്മ നേരത്തെ ടുണീഷ്യയുടെ അംബാസിഡർ ആയിരുന്നു. ഇപ്പോൾ ഇതേ നഗ്മയുടെ പിതൃ സഹോദരൻ, ഉപ്പയുടെ സഹോദരന്റെ മകള് മുന ഷംസുദ്ദീൻ, ഡോക്ടർ ഷംസുദ്ദീന്റെ മകള് ബ്രിട്ടീഷ് രാജാവിന്റെ, ചാൾസ് രാജാവിന്റെ മൂന്നാമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ബക്കിംഗ്ഹാം കൊട്ടാരത്തില് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ചാൾസ് രാജാവിന്റെ ഓരോ ചലനങ്ങളും ഓരോ പരിപാടികളും ഓരോ യാത്രകളും ഒക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും ഒക്കെ നമ്മുടെ കാസർഗോട്ടുകാരനായിട്ടുള്ള ഒരാളുടെ മകളാണെന്ന് പറയുമ്പോൾ ഇതിലപ്പുറം അഭിമാനം എന്താണുള്ളത്? കാസർഗോഡുകാർക്ക് ഏറ്റവും അഭിമാനം നിറഞ്ഞ നിമിഷം, സന്തോഷിക്കാനുള്ള നിമിഷം. തീർച്ചയായിട്ടും. കാസർഗോട്ട് പറയോ? കാസർഗോഡുകാർക്ക് എന്താ പറയണ്ടേ, ഇത്രയും ആ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു, ഒന്നിനും കൊള്ളൂല എന്നുള്ളത് കാസർഗോഡ് ആൾക്കാരെ താത്തി വെക്കുന്ന സ്ഥലത്താണ് ഇന്ന് ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റായി നമ്മളെ കാസർഗോഡ് ഒരാള് നിൽക്കുന്നുണ്ട്. ഇതിലധികം അഭിമാനിക്കാൻ, ആനന്ദിക്കാൻ മറ്റെന്ത് വേണം കാസർഗോഡിന്? കാസർഗോഡ് തളങ്കരയില് ഹാഷിം സ്ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലഫ്റ്റനന്റ് മുഹമ്മദ് ഹാഷിമിന്റെ പേരിലുള്ള തളങ്കര തെരുവത്തിനെയും അതുപോലെ തന്നെ ഫോർട്ട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്. ഇവിടെ ദീർഘകാലം താമസിച്ചിരുന്ന ചെമ്മനാട് സ്വദേശിയായിട്ടുള്ള കാസർഗോഡ് ബാറിലെ പഴയകാലത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പി അഹമ്മദിന്റെ, വക്കീൽ അഹമ്മദ് ഷാ എന്ന് നാട്ടുകാർ ആദരവോടെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന വക്കീൽ അഹമ്മദിന്റെ മകന്റെ മകളാണ് മുന ഷംസുദ്ദീൻ. വക്കീൽ അഹമ്മദ് ഷാക്ക് 6 മക്കളാണ്. അതിൽ മൂത്ത മകന് പി അബ്ദുല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അസുഖം മൂലം മരണപ്പെട്ടു. ബാക്കി 5 മക്കള്. ഈ 5 മക്കളും പിൽക്കാലത്ത് വളരെ പ്രശസ്തരായിട്ട് മാറി. രണ്ടാമത്തെ മകനാണ് പി അബ്ദുൽ ഹബീബ്. ഡൽഹിയിലായിരുന്നു ദീർഘകാലം കുടുംബസമേതം. ഹബീബിന്റെ മകളാണ് നഗ്മ ഫരീദ്. പോളണ്ടിന്റെയും ടുണീഷ്യയുടെ ഒക്കെ അംബാസിഡർ ആയിരുന്നു. ഇപ്പോൾ പോളണ്ടിന്റെ ഇന്ത്യൻ അംബാസിഡറായി വലിയ ഉന്നത പദവി വഹിക്കുന്ന നഗ്മ ഫരീദ് അഡ്വക്കേറ്റ് അഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഹബീബിന്റെ മകളാണ്. മുഹമ്മദ് ഹബീബിന്റെ സഹോദരൻ ഡോക്ടർ പി ഷംസുദ്ദീന്റെ മകളാണ് മുന ഷംസുദ്ദീൻ. മുന ഷംസുദ്ദീന് ലോകമാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കിയാണ്. കാരണം നേരത്തെ ഇംഗ്ലണ്ടിന്റെ ഹൈക്കമ്മീഷണറായിട്ട് പാകിസ്ഥാനിലും അതുപോലെ തന്നെ ജെറുസലേമിലുമൊക്കെ സേവനം അനുഷ്ഠിച്ച് വലിയ തോതിൽ ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിതയായിട്ട് മുന ഷംസുദ്ദീൻ മാറി. അതോടെയാണ് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രാജാവ് മുന ഷംസുദ്ദീനെ ശ്രദ്ധിക്കുന്നത്. അവൾ മിടുക്കിയാണല്ലോ, അവൾ കൊള്ളാമല്ലോ, അവൾ തന്നെ വേണം എൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പരിപാടികൾ, കൊട്ടാരത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മുന ഷംസുദ്ദീൻ തന്നെ വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് രാജാവ് ഈ മിടുക്കിയായിട്ടുള്ള മുന ഷംസുദ്ദീനെ തന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും രാജാവിന്റെ, രാജകൊട്ടാരത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നതൊക്കെ നമ്മുടെ കാസർഗോട്ടുകാരിയായ നമ്മുടെ തളങ്കരയിൽ ജനിച്ച ഒരാളുടെ മകളാണ് എന്നറിയുമ്പോൾ അത് വലിയ അഭിമാനം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വക്കീൽ അഹമ്മദിന്റെ
നാലാമത്തത് മകളാണ്. ബാക്കി 5 പേരും ആണും ഒരു മകളും. ആ മകളാണ് ഏറെ പ്രശസ്തിയായി തീർന്ന കന്നഡ സാഹിത്യകാരി സാറ അബൂബക്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത കാലത്താണ് സാറ അബൂബക്കർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒരുപാട് നോവലുകളിലൂടെ, ഒരുപാട് എഴുത്തുകളിലൂടെ ശ്രദ്ധേയായിട്ടുള്ള സാഹിത്യകാരിയായിരുന്നു സാറ അബൂബക്കർ. 5-മനാണ് അഡ്വക്കേറ്റ് പി അബ്ദുൽ ഹമീദ്. വക്കീൽ അഹമ്മദിന്റെ 6 മക്കളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് പി അബ്ദുൽ ഹമീദ് മാത്രമാണ്. അദ്ദേഹം ഏറെ പ്രശസ്തനാണ്. ഹെൻഡസ് ഇലക്ട്രോണിക്സിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു പാലക്കാട്ട് ദീർഘകാലം. അതിനു മുൻപ് ഏതാണ്ട് 40 വർഷത്തോളം കാസർഗോഡ് ബാറിലെ അഭിഭാഷകനായിരുന്നു. അതിനു മുമ്പ് അഡ്വക്കേറ്റ് പി അബ്ദുൽ ഹമീദ് 1968 കാസർഗോഡ് നഗരസഭ രൂപം കൊള്ളുന്നത്. കാസർഗോഡ് നഗരസഭ രൂപം കൊണ്ട കാലത്ത്, ആദ്യ കാലത്ത് തന്നെ ഇതിന്റെ കൗൺസിൽ അംഗമായിരുന്നു ഹമീദ്. പ്രഥമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അഡ്വക്കേറ്റ് പി ഹമീദ് തന്നെയായിരുന്നു. ഹമീദ് ഇപ്പോൾ കോഴിക്കോടാണ് താമസം. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ കാസർഗോഡ് വിദ്യാനഗർ കോപ്പിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. 6-മത്തെ മകനാണ് നമുക്കൊക്കെ അഭിമാനമായ, നമ്മുടെയൊക്കെ രക്തശിരകളിൽ അഭിമാനം നിറയുന്ന ലഫ്റ്റനന്റ് മുഹമ്മദ് ഹാഷിം. നമുക്കറിയാം 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാനാണ് ലഫ്റ്റനന്റ് മുഹമ്മദ് ഹാഷിം. ആ കാലഘട്ടത്തിലെ ഹാഷിമിന്റെ സഹപാഠികളൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹാഷിമിന് ഒരു പട്ടാളക്കാരനാവാനായിരുന്നില്ല ആഗ്രഹം. പഠിക്കാൻ മിടുക്കനായിരുന്നു. രസതന്ത്രത്തിലൊക്കെ വലിയ വൈദഗ്ധ്യം തെളിയിച്ച ഒരാളാണ് ഹാഷിം. പക്ഷെ ഹാഷിം പത്രപരസ്യം കാണുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സേനയിലേക്ക് ആളുകളെ എടുക്കുന്നു എന്നൊരു പത്രപരസ്യം ഹാഷിം കാണുന്നു. ഹാഷിം തീരുമാനിക്കുന്നു, ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി പാകിസ്ഥാനെതിരെ പോരാടാൻ ഞാനും തയ്യാറാണ്. അങ്ങനെയാണ് ഹാഷിം ഇന്ത്യൻ സേനയിൽ ചേരാൻ അപേക്ഷിക്കുന്നത്. ഹാഷിം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഹാഷിമിന് 23-ാമത്തെ വയസ്സിലാണ് ഹാഷിം ഇന്ത്യൻ സേനയിൽ അംഗമാവുന്നത്. 3-4 വർഷം കഴിയുമ്പോഴേക്കും ഹാഷിം വീരമൃത്യു വരിക്കുന്നു. ഹാഷിമിന്റെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏറ്റവും പ്രഗത്ഭരും ശ്രദ്ധേയരുമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, 4ാം തലമുറയിൽ നിന്നാണ് നമുക്കൊക്കെ അഭിമാനമായിട്ട്, ഈ നാടിന്, നമ്മുടെ കാസർഗോഡിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കാസർഗോഡ് ജനിച്ച ഒരാളുടെ മകള് നിയമിതയാവുന്നത്. ഡോക്ടർ ഷംസുദ്ദീന്, അദ്ദേഹം ആദ്യകാലത്ത് കാസർഗോഡ് തന്നെ സേവനമനുഷ്ഠിച്ച, പ്രാക്ടീസ് ചെയ്ത ഡോക്ടറായിരുന്നു. കാസർഗോഡ് തളങ്കരയിലെ മാലിക് ദിനാർ ആസ്പത്രിയിലടക്കം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം US പോയി. US നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വന്നു. സൗദിയിൽ നിന്ന് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ സ്ഥിര താമസമാണ്. ഈ ഡോക്ടർ ഷംസുദ്ദീന് ഹൈദരാബാദ് സ്വദേശിനിയും ബാംഗ്ലൂരിൽ താമസക്കാരിയുമായിട്ടുള്ള ഭാര്യയിൽ ജനിച്ച മകളാണ് ഈ മുന ഷംസുദ്ദീൻ. 2 ആൺമക്കൾ കൂടി ഈ ബന്ധത്തിലുണ്ട്. വലിയ അഭിമാനമാണ് അല്ലേ? യുവതലമുറയിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അതിന് എന്താണ് തോന്നുന്നത്? ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു ഇൻസ്പയർ ആണ്. ഒന്നിനും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ കൊണ്ടത് പറ്റും എന്നുള്ളത്. എവിടെ നിൽക്കുന്നല്ല, നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ അത് പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാല് എക്സാമ്പിൾ ആണ് ഇപ്പം ഈ മുന ഷംസുദ്ദീൻ. ശ്രമിച്ചാല് കാസർഗോഡ് ജനിക്കുകയും കാസർഗോഡ് വളരുകയും ചെയ്ത ഒരാളുടെ മകള് ബ്രിട്ടീഷ് കൊട്ടാരത്തില് ബ്രിട്ടീഷ് രാജാവിന്റെ ഏറ്റവും ഉന്നതിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയായി ജോലി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പറ്റാത്തത്? ലോകത്തിന്റെ രാജാവ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷ് കൊട്ടാരത്തില്, ബക്കിംഗ്ഹാം കൊട്ടാരത്തില് കാസർഗോട്ടക്കാരിയായിട്ടുള്ള ഒരു വനിത സേവനമനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, അതും അവിടുത്തെ ഉന്നത പദവി വഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കും നിശ്ചയദാർഢ്യത്തോടെ, പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളോടെ നമുക്കും പ്രവർത്തിക്കാൻ പറ്റിയാൽ നമ്മളും ഉന്നത സ്ഥാനങ്ങളിലെത്തും. തീർച്ചയായിട്ടും. അതല്ല ഇപ്പൊ, അതായത് നമ്മളെ ബ്രിട്ടീഷ് കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യം, കേരളത്തില് ആരും അറിയാത്തൊരു കാര്യം,
ആദ്യമായിട്ട് ഉത്തരേഷ്യത്തിൽ കൊടുന്ന പപ്പയാണ്. പപ്പൊക്കെ എങ്ങനെ ന്യൂസ് പറഞ്ഞു? അഭിമാനം. അത് ഞാൻ പറയാം. അത് സത്യമാണ്. ആദ്യമായിട്ട് ഈ വാർത്ത, ഈ സന്തോഷ വാർത്ത, ഈ വലിയ അഭിമാനകരമായിട്ടുള്ള വാർത്ത ആദ്യമായിട്ട് വരുന്നത് ഉത്തരേന്ത്യയിലാണ്. അത് എനിക്ക് കിട്ടുന്നത് 2 ദിവസം മുമ്പ് രാത്രി എനിക്ക് പെട്ടെന്ന് ദുബായിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരുപാട് സൗഹൃദങ്ങളുടെ തോനായിട്ടുള്ള, ഒരുപാട് പ്രശസ്തരമായിട്ട് വലിയ സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടർ ഷാജിർ ഗഫാർ, പ്രൊഫസർ എഞ്ചിനീയർ ഗഫാറിന്റെ മകൻ ഡോക്ടർ ഷാജിർ ഗഫാർ വിളിക്കുന്നു. ഷാജിർ ഗഫാർ എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നു. അതായത് ചാൾസ് രാജാവും ഒരു വനിതയും ഒന്നിച്ചൊരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ഫോട്ടോ. ആളെ അറിയാമോ എന്ന് ഷാജിർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് ചാൾസ് രാജാവാണ്, മറ്റതറിയില്ല. എങ്കിൽ പഠിച്ചോളൂ, കാസർഗോട്ടുകാരിയാണ് ചാൾസ് രാജാവിനോടൊപ്പം സഞ്ചരിക്കുന്നത്. ചാൾസ് രാജാവിന്റെ കൂടെ എപ്പോഴും ഓരോ യാത്രയിലും ഇപ്പോൾ കൂടെ ഉണ്ടാവുന്നത് കാസർഗോട്ടുകാരിയായിട്ടുള്ള ഈ മിടുക്കിയാണ്. അതാരാണെന്ന് എത്രയും പെട്ടെന്നൊന്ന് പഠിച്ചോളൂ എന്ന് പറയുന്നു. അന്ന് രാത്രി മുഴുവൻ ഞാൻ സെർച്ച് ചെയ്യുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു. ഷാജിർ എനിക്ക് വീണ്ടും ഫോട്ടോസും വീഡിയോസും ഇൻഫർമേഷനൊക്കെ അയച്ചിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഷുഹൈബ് വൈസ്രോയിനെ ബന്ധപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഷുഹൈബാണ് ഇതിന്റെ ഒരു സൂചന തരുന്നത്, ആരുടെ മകളായിരിക്കുമെന്നുള്ള സൂചന തരുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് പി അബ്ദുൽ ഹമീദിന്റെ മകന് സമീർ പുതിയപുരയെ ബന്ധപ്പെടുന്നു. സമീറാണ് പറയുന്നത്, എൻ്റെ പിതാവിന്റെ സഹോദരന്റെ മകളാണ് മുന ശംസുദ്ദീൻ എന്ന്. കാസർഗോഡ് നിന്ന് കാസർഗോട്ടുകാരനായ ഒരാൾ പറയുന്നു, കാസർഗോഡ് ജനിച്ച് ഇവിടെ നിന്ന് ഡോക്ടറായ പിന്നീട് ഇംഗ്ലണ്ടിൽ പോയ ഒരാളുടെ മകളാണ്, കാസർഗോഡിന്റെ മകളാണ്, കാസർഗോഡിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ് മുന ശംസുദ്ദീൻ എന്നുള്ള കാര്യം അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഉത്തരേന്ത്യയിൽ അത് വലിയ ഒരു സ്റ്റോറിയായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും വിളിക്കുന്നു, ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവരൊക്കെ ഈ മുന ശംസുദ്ദീന്റെ ഈ വലിയ സ്ഥാന ലബ്ധി പദവി എല്ലാവരും ആഘോഷിക്കുന്നു.